ഹലോ ഫ്രണ്ട്സ്, റിവ്യൂ റേഷൻ നല്ലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വൃഷഭയുടെ ട്രെയിലർ ആണ് നമ്മൾ കണ്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള ട്രെയിലർ വന്നത്. അപ്പോൾ ഞാൻ കണ്ടിരുന്നെങ്കിൽ വരുമ്പോൾ തന്നെ നമുക്ക് റിയാക്ട് ചെയ്തിടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ടീസർ കുറച്ചാൾ മുമ്പ് നമ്മൾ ഓൾറെഡി റിയാക്ട് കിട്ടണ്ടായിരുന്നു. അപ്പോൾ ടീസർ ഒരു കന്നഡ പടമാണ്. അപ്പോൾ പടത്തിന്റെ മലയാളം എന്തായാലും നമുക്ക് ഇവിടെ ആശ്വാസ സിനിമാസാണ് മലയാളത്തിൽ ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും ആശ്വാസ സിനിമാസാണ് അവരുടെ ട്രെയിലറും പുറത്തിറക്കിയാണ്. അപ്പോൾ ഒരുപാട് ഹൈപ്പൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബബ്ബയുടെ ട്രെയിലറൊക്കെ വന്ന് റിയാക്ട് ഇട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ വീഡിയോയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ട്രെയിലർ നമുക്ക് നോക്കാം. 25 ഡിസംബറാണ് ഇത് റിലീസ് ആവണം നമുക്ക് എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ റിവ്യൂ ഇടണമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലറിലേക്ക് പോവാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. തന്റെ സ്വപ്നങ്ങളിൽ യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. വാട്ട് യു കാൻറ്റ് ഡിഫൈൻ ദി ബ്രെയിൻ ഡിനൈസ്. ഓ എന്റെ അമ്മോ, എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടടാ. ഇതിന് മോഹൻലാൽ ഒരുപാട് റോൾ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവനാണ് മെയിനായിട്ട് ക്യാരക്ടർ എനിക്ക് ഡൗട്ട്. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. ഇറ്റ്സ് പ്യൂർലി റീഇൻകാർനേഷൻ. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്? എന്തായിരുന്നു നായകനാവോ? കണ്ടിട്ടില്ല ഇതുവരെട്ടും. ഓ ഓ ഇത് മറ്റേ പെണ്ണാണല്ലോ. ആ പെണ്ണാണോ ഇത്? പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ദ കംപ്ലീറ്റ് ആക്ടർ വൃഷഭ. കൊള്ളാം. അപ്പൊ കന്നഡ പടാണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് മൂവീസ് വരുമ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും വരുമ്പോൾ എന്തായാലും പണ്ട് റിവ്യൂ ഇടാം എന്തായാലും. അപ്പോൾ പുതിയ നായകൻ ആരെന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് ഞാൻ നോക്കിയില്ല. പിന്നെ ആരെന്ന് എനിക്കറിയില്ല. സംവിധായകൻ ആരോ ഒന്നും അറിയില്ല. കാരണം കന്നഡ പടമാണ്. മലയാളത്തിലെ പടമായിരുന്നെങ്കിൽ നമുക്കത് ആരെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് എന്തായാലും പടം വരട്ടെ. പടം വന്ന് നമുക്ക് നോക്കാൻ എന്തായാലും. ട്രെയിലർ ഉണ്ടൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം സെറ്റൊക്കെ നല്ല രസമുണ്ട് കാണാൻ. BFX കുഴപ്പമില്ല, നല്ല രസമുണ്ട്. BFX ചെയ്താണ് കാണാനായിട്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും സിനിമ വരട്ടെ. നമുക്ക് പടം അടിപൊളിയാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.